മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. കേരളത്തിലെ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ ലോക്സഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കെ രാധാകൃഷ്ണൻ MP. കർഷകരോടുള്ള അവഗണന മാറ്റി കർഷകർക്ക് പ്രത്യേക സഹായ പാക്കേജ് അനുവദിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന കേന്ദ്ര കാർഷിക വകുപ്പിന്റെ വകുപ്പ് തല ധനാവശ്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് 1,20,775 കോടി ബജറ്റായി അനുവദിച്ചപ്പോൾ പുനർനിർണയ ബജറ്റിൽ അത് 1,38,980 കോടിയായി. എന്നാൽ ഈ വർഷം വീണ്ടും ഇത് 1,24,341 കോടിയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനം ഇതിനാൽ വ്യക്തമാവുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കോർപ്പറേറ്റുകളുടെ ലോൺ കേന്ദ്ര സർക്കാർ എഴുതി തള്ളുമ്പോൾ കർഷകരുടെ കടം എഴുതി തള്ളണമെന്നുള്ള ആവശ്യം നിരാകരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ പ്രത്യേക കാർഷിക പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യമായ റബ്ബറിന് 200 രൂപ താങ്ങുവിലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന രംഗത്ത് പൂർണ്ണതോതിൽ പരാജയപ്പെട്ടെന്നും കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വളരെ ദീർഘമായ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത 50% കുറഞ്ഞ താങ്ങുവില നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോയിരിക്കുകയാണെന്നും ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ബജറ്റ് കർഷകരെക്കാൾ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കാർഷിക വകുപ്പിന്റെ ബജറ്റിന്റെ ഗ്രാന്റുകളെ എതിർക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. സർ, ഇത് ഞാൻ എതിർക്കാൻ കാരണം ഈ ബഡ്ജറ്റിൽ കർഷകരെയോ കാർഷിക മേഖലയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കാര്യങ്ങളൊന്നും തന്നെയില്ല. സാർ, 2024-25 1,20,775 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് അത് റിവൈസ് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 1,38,980 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. എന്നാൽ ഈ ബഡ്ജറ്റിൽ ആകെ പ്രൊവിഷൻ ഉള്ളത് 1,24,341 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷം എസ്റ്റിമേറ്റ് ചെയ്ത ബഡ്ജറ്റും റിവൈസ് ആയിട്ടുള്ള ബഡ്ജറ്റും ഇപ്പോഴത്തെ ബഡ്ജറ്റും നാം കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 14,000-ലധികം കോടി രൂപയുടെ കുറവാണ് ഈ വർഷം ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഈ വർത്തമാന കാലഘട്ടത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണോ എന്നുള്ളത് നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. സാർ, നാം കർഷകരെ അവഗണിക്കുകയാണ്, കാർഷിക മേഖലയെ അവഗണിക്കുകയാണ്. അതിൻ്റെ ദുരന്തം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ കർഷകർ മാറിപ്പോകുന്നതിന് കാരണമായി വരുന്നത് അവരുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ട് വില കിട്ടാതെ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ചൊക്കെ തന്നെ എല്ലാ അംഗങ്ങളും സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചുകൊണ്ട് MSP അത് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ്. കേരളത്തിലെ കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് അവിടെ ഉൽപ്പാദന ചെലവിനനുസരിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഉൽപ്പാദനത്തിനനുസരിച്ചുകൊണ്ട് കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി, അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായം വേണം. ന്യൂസ് ഡെസ്ക് VCV.